നമസ്കാരം. കേരള സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയിലുള്ള നിലപാട് മാറ്റം പ്രതിപക്ഷത്തിന് ആയുധമായപ്പോൾ MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിമർശനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ പ്രകോപിപ്പിക്കുകയും തുടർന്ന് കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വ്യക്തിപരമായ വാക്പോരുകളിൽ ഒന്നായി മാറുകയും ചെയ്തു. ഈ വാക്പോര് വെറുമൊരു വാക്കേറ്റത്തിനപ്പുറം പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ മാനങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിമർശനങ്ങളുടെ കാതൽ പ്രത്യയശാസ്ത്രപരമായ ആക്രമണമായിരുന്നു. അയാൾ ശിവൻകുട്ടിയല്ല, ലക്ഷണമൊത്ത സംഖ്യക്കുട്ടിയാണ്, ശ്രീ PM MLA സംഖ്യക്കുട്ടി എന്നീ പ്രയോഗങ്ങളിലൂടെ രാഹുൽ ലക്ഷ്യമിട്ടത് വി ശിവൻകുട്ടി എന്ന വ്യക്തിയെയല്ല, മറിച്ച് CPM സർക്കാരിന്റെ നിലപാട് മാറ്റത്തെയാണ്. ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യമായ ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള എതിർപ്പ് സർക്കാർ ഉപേക്ഷിച്ചതിനെയാണ് സംഖ്യക്കുട്ടി എന്ന വാക്കുകൊണ്ട് രാഹുൽ അർത്ഥമാക്കുന്നത്. കേന്ദ്രത്തിന്റെ സാമ്പത്തിക സഹായത്തിനു വേണ്ടി CPM BJPയുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് കീഴടങ്ങി എന്ന പ്രതിപക്ഷത്തിന്റെ പ്രധാന വിമർശനത്തെ ഈ പദപ്രയോഗത്തിലൂടെ രാഹുൽ മൂർച്ച കൂട്ടി. ആ പ്രയോഗം നയപരമായ പരാജയത്തെ ഒരു പ്രത്യയശാസ്ത്രപരമായ വഞ്ചനയായി ചിത്രീകരിക്കാൻ പ്രതിപക്ഷത്തിന് സഹായമായിട്ടുണ്ട്. വിവാദത്തിന്റെ അടിസ്ഥാനം CPM നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നയപരമായ നിലപാടിലെ മാറ്റം തന്നെയാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും അത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ സ്വഭാവത്തിന് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്ന ഇടതുപക്ഷം കേന്ദ്ര പദ്ധതിയായ PM ശ്രീയിൽ ഒപ്പുവെച്ചു. കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാനുള്ള പ്രായോഗിക ബുദ്ധി എന്ന നിലയിലാണ് മന്ത്രി വി ശിവൻകുട്ടി ഈ നിലപാട് മാറ്റത്തെ ന്യായീകരിച്ചത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി തന്നെ അറിയിച്ചിരുന്നു. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദത്തിൽ എക്കാലത്തും ഒരേ നയത്തിൽ നിലനിൽക്കാനാവില്ലെന്നും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടാൻ കേരളം ആഗ്രഹിക്കുന്നില്ലെന്നുമായിരുന്നു വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. രാഹുലിന്റെ വിമർശനത്തിന് മറുപടി നൽകുന്നതിൽ മന്ത്രി ശിവൻകുട്ടി സ്വീകരിച്ച തന്ത്രം ശ്രദ്ധേയമാണ്. ഒരു കൂട്ടത്തിന് എന്റെ പേരിലെ കുട്ടി എന്ന് കേട്ടപ്പോൾ ആണത്രേ ഹാലിളകിയത് എന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം നയപരമായ വിമർശനങ്ങളെ നേരിടുന്നതിനു പകരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുൻപുണ്ടായിരുന്ന വ്യക്തിപരമായ വിവാദങ്ങളിലേക്ക് ചർച്ചയെ വഴിതിരിച്ചു വിടാനുള്ള ഒരു തന്ത്രമായിരുന്നു. ഈ മറുപടി പ്രതിരോധത്തെക്കാൾ ശ്രദ്ധ മാറ്റാനുള്ള ഒരു നീക്കമായിരുന്നു. നയപരമായ ചോദ്യങ്ങൾ നേരിടുമ്പോൾ എതിരാളിയുടെ വ്യക്തിപരമായ ന്യൂനതകൾ ഉയർത്തിക്കാട്ടി പൊതുജന ശ്രദ്ധ അപ്രാധാന്യമായ വിഷയങ്ങളിലേക്ക് തിരിക്കുന്നത് ഒരു സാധാരണ രാഷ്ട്രീയ രീതിയാണ്. രാഹുലിന്റെ രൂക്ഷമായ വിമർശനത്തിന് മന്ത്രി വി ശിവൻകുട്ടി നൽകിയ മറുപടി തന്റെ രാഷ്ട്രീയ നിലപാട് ന്യായീകരിക്കുന്നതിന് പകരം രാഹുലിനെ വ്യക്തിപരമായി കടന്നാക്രമിക്കുക എന്നതായിരുന്നു. CPM നേതൃത്വം നൽകുന്ന കേരള സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് വെറും നയപരമായ മാറ്റത്തിനപ്പുറം ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത രാഷ്ട്രീയ നിലപാടുകളെ ബലി കഴിച്ചതിന് തുല്യമാണെന്ന് ശക്തമായി വിമർശിക്കപ്പെടുന്നുണ്ട്. സർക്കാരിന്റെ സഖ്യകക്ഷിയായ CPI ഉൾപ്പെടെയുള്ളവർ പദ്ധതിയിൽ ശക്തമായ എതിർപ്പ് പരസ്യമായി രേഖപ്പെടുത്തുകയും മന്ത്രിസഭയിലോ LDF മുന്നണിയിലോ വ്യക്തമായ ചർച്ചകൾ നടത്താതെ ധാരണാപത്രത്തിൽ ഒപ്പിടാൻ തിടുക്കം കാണിക്കുകയും ചെയ്തത് ജനാധിപത്യപരമായ രീതിയായിരുന്നില്ല എന്ന വിമർശനത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. CPI ഇതിനെ മുന്നണിയുടെ മര്യാദയുടെ ലംഘനം എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഒരു വശത്ത് ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർത്ത് പ്രസ്താവനകൾ ഇറക്കുകയും മറുവശത്ത് അതേ നയത്തിന്റെ ഭാഗമായ പദ്ധതിയിൽ ചേരുകയും ചെയ്യുന്നത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ആത്മാർത്ഥതയില്ലായ്മയും അവസരവാദവും വ്യക്തമാക്കുന്ന ഒന്നാണ്. CPIയുടെ പരസ്യ പ്രതിഷേധം മുന്നണിയിലെ അഭിപ്രായ ഭിന്നതയും ഏകപക്ഷീയമായ തീരുമാനമെടുക്കുന്നതിലെ ജനാധിപത്യപരമായ വീഴ്ചയും വെളിച്ചത്ത് കൊണ്ടുവന്നു. കേന്ദ്രത്തിന്റെ കാവ്യവൽക്കരണ അജണ്ടയ്ക്ക് കീഴടങ്ങിയെന്ന ആരോപണം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ ചരിത്രത്തിൽ CPMന് ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ഈ നാട് മലയാളം.